നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഒടുവിൽ പ്രതികരിച്ച് തുടങ്ങുകയാണോ? ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടാണ് സഞ്ജു ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. ടീമിന് വേണ്ടിയല്ലായിരുന്നു അദ്ദേഹം കളിക്കേണ്ടത്, വ്യക്തിഗത പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം നടത്തേണ്ടിയിരുന്നത്. എലിപ്പന്തയത്തിന് ഞാനില്ല എന്നുള്ളതാണ് സഞ്ജു പറയുന്നൊരു വാക്ക്. ഞാൻ എൻ്റെ കളി കളിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിപ്പിച്ചോളൂ. തിലക് വർമ്മ എന്താണ് ലോകകപ്പിന് ശേഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ ലോബി, സൗത്ത് ഇന്ത്യൻ ലോബി, ആ ഒരു വിവേചനം അതിശക്തമായിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ് പരിശീലകനായിട്ട് വരുന്നൊരു ഘട്ടത്തിൽ ഞാൻ കരുതിയിരുന്നത് സഞ്ജുവിന് ധാരാളം അവസരങ്ങൾ ലഭിക്കും. ലോകകപ്പ് ഇന്ത്യക്ക് എടുത്തു കൊടുത്തിട്ട് നന്ദികേടല്ല സഞ്ജുവിനോട് കാണിക്കുന്നത്. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സ്പോർട്സ് പ്രേമികളെ, ഒരു കായിക താരത്തിന് അയാളുടെ കരിയറിൽ എത്രമാത്രം സഹിക്കാൻ കഴിയും, എത്രമാത്രം സഹിച്ചതിന് ശേഷം അദ്ദേഹം എപ്പോൾ പ്രതികരിച്ച് തുടങ്ങണം? നമ്മളെ വലയ്ക്കുന്ന, നമ്മളെ ഏറെ നാളായിട്ട് ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഒടുവിൽ പ്രതികരിച്ച് തുടങ്ങുകയാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം നേരിട്ട അവഗണനകൾ അദ്ദേഹം തുറന്നു പറയാൻ പോവുകയാണോ എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ സാമ്പിൾ പുറത്തു വന്നിരിക്കുന്നു. ഞാൻ ആ വാചകം ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. I realized that there is a constant rat race in our country and I decided before the 2026 T20 World Cup that I would not be a part of it. I just want to enjoy the game. By God's grace, I have achieved a lot. I am 31 now and I have a few years left. So I have decided to play on my time. No one will tell me how to bat on what to do. Sanju will decide for Sanju. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അതിലെല്ലാം ഉണ്ട്. ഏറ്റവും ശക്തമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് സഞ്ജു സാംസൺ ായി അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടിനോടൊപ്പം മുഹമ്മദ് ജസീം ചെയ്യുകയാണ്. സഞ്ജു പറഞ്ഞിരിക്കുകയാണ് ഈ വാക്കുകൾ. ജയേഷ്, ഇത് നമുക്കറിയാം, സഞ്ജുവിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം, നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്, നമ്മൾ പലകുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ലാളിത്യം ഒക്കെ നമുക്കറിയാം. ഒരിക്കൽ പോലും അദ്ദേഹം ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പലകുറി ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് BCCIയുടെ അവഗണനകൾ, BCCI കരാർ ഉൾപ്പെട്ട ഒരു താരത്തിന് പ്രതികരിക്കാനുള്ള പരിമിതികളൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ഇത്രയധികം അവഗണനകൾ നേരിടുമ്പോഴും അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ തുറന്നു പറഞ്ഞെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൽ നിന്നും. പക്ഷേ ഇതല്ല. അദ്ദേഹം പറയുകയാണ്, എനിക്ക് 31 വയസ്സായി, ഇനി എന്നെ ആരും ബാറ്റ് പിടിക്കാൻ പഠിപ്പിക്കേണ്ട, സഞ്ജു തീരുമാനിക്കും സഞ്ജു എന്ത് ചെയ്യണം എന്നുള്ളത്. അത് അദ്ദേഹം ഒളിച്ചു പറഞ്ഞതല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു അഭിമുഖത്തിൽ വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത് ഈ ഘട്ടത്തിൽ? ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ എന്നുള്ള സാധനം, അതായത് പറയാതെ നിന്നിട്ടും കാര്യമില്ല, എൻ്റെ കരിയർ ഇങ്ങനെ തീരുള്ളൂ എന്ന് സഞ്ജു അവസാന നിമിഷമെങ്കിലും 31 വയസ്സിലെങ്കിലും മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജുവിന് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പുള്ളൊരു ആൾ കൂടിയാണ് ഞാൻ. ഇപ്പോൾ സഞ്ജുവിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് സഞ്ജു പറഞ്ഞിരുന്നു, ചേട്ടാ ഇങ്ങനെ ഫസ്റ്റ് മാച്ചിന് പോകണം, സിംബാബ്വെ സീരീസിന് പോകുമ്പോൾ നമ്മൾ പോയി കവർ ചെയ്തു, വൈറ്റ് കാര്യങ്ങൾ കൊടുത്തു. അന്ന് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നില്ല നമ്മൾ അന്ന് ഒരുമിച്ച് തന്നെയായിരുന്നു അന്നും വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കരുതുന്ന സഞ്ജുവിന് വലിയ ഒരു ഉറപ്പായിട്ടും ഫ്യൂച്ചർ ഉണ്ടാവും. ഒരു 10 വർഷമൊക്കെ സഞ്ജു കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഐക്കോണിക് താരമായിട്ട് സഞ്ജു പറയാനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. പൊട്ടൻഷ്യലുണ്ട്, പക്ഷെ അവസരം കിട്ടിയാലല്ലേ കളിക്കാൻ കഴിയുള്ളൂ. എക്സാക്ട് 10 വർഷം കഴിഞ്ഞു, 11 വർഷം കഴിഞ്ഞു സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ട്. ഇപ്പോഴും എത്ര മത്സരങ്ങൾ സഞ്ജു കളിച്ചു എന്നുള്ളത് നോക്കിയാലുണ്ടാവും. എല്ലാം പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം, അതായത് ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം 10 വർഷം എന്ന് പറയുന്നത് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെയാണല്ലോ. ആ കരിയർ തന്നെ നമുക്ക് മാറ്റി നിർത്താം. കഴിഞ്ഞൊരൊറ്റ വർഷം എടുക്കാം. ഇമോഷണലാവുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷം ഞാനത് കണ്ടുകൊണ്ട് കാണുന്നുണ്ട്. ഞാൻ അഹമ്മദാബാദിലെ ഫൈനലിൽ പോയിട്ടുണ്ടായിരുന്നു. സഞ്ജു എല്ലാവരും ഭയങ്കരമായിട്ട് ഗേൾഫ്രണ്ട്സ് ഉണ്ട്, ഭാര്യമാരുണ്ട്, എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഹർദിക്കിൻ്റെ സെലിബ്രേഷനൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. ചാരു അവിടെയുണ്ട്, സഞ്ജുവിൻ്റെ വൈഫ് അവിടെയുണ്ട്. സഞ്ജു പക്ഷേ പ്ലെയർ ഓഫ് ദ മാച്ച് കയ്യിലുണ്ട്, അത് ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്, കൈയൊക്കെ പുറകിൽ കെട്ടി സ്റ്റേഡിയത്തിലേക്ക് ഒന്നുകൊണ്ട് കാണികളെ കൈവീശി കാണിക്കുന്നുണ്ട്. പിന്നെ ആ പോഡിയത്തിൻ്റെ ഒരു സൈഡിൽ ഈ സെലിബ്രേഷനൊക്കെ മെഡൽ പ്രസൻറ്റേഷനൊക്കെ ശേഷമാണ് ആ പോഡിയത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരം നോക്കിയിരുന്നു. അതിനുശേഷമാണ് ഹർഷ ബോഗ്ലെ വന്ന് അവർ സംസാരിക്കുന്ന ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. സഞ്ജു കുറേ സമയം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ട് കാണുകയാണല്ലോ. അപ്പോൾ സഞ്ജു എന്തൊക്കെയോ ഒരു വികാരം സഞ്ജുവിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സഞ്ജു എന്തായാലും ഉറപ്പായിട്ട് മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക, ഞാൻ ഇത്ര നാൾ കളിച്ചു, കാര്യമായിട്ട് ആരും അധികൃതരായാലും ബാക്കിയുള്ളവരാരും കണ്ടില്ല. ഇനിയൊരു മൊമെൻ്റ് ഇവരെല്ലാവരും റിയലൈസ് ചെയ്തു. ഒരു സൂപ്പർ ഹീറോ ഒരു ലെവൽ സാധനം ഞാൻ ഡെലിവർ ചെയ്തു. ഇനി കുറച്ച് നാളെ എനിക്ക് ഒരു സംശയങ്ങളൊന്നുമില്ലാതെ വേറെ
ബാധ്യതകളൊന്നുമില്ലാതെ എനിക്ക് കുറച്ച് നാൾ കളിക്കാൻ കഴിയും. 1-2 സീരീസിൻ്റെ പുറത്ത്, സീരീസും ഇല്ല, 1-2 മത്സരത്തിൻ്റെ പുറത്ത് എന്നെ മാറ്റില്ല എന്നൊക്കെ ആയിരിക്കില്ലേ സഞ്ജു കരുതിയത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? 3 മത്സരം. അതായത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏതെങ്കിലും ഒരു മത്സരത്തിലോ ഏതെങ്കിലും ഒരു പരമ്പരയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേൾഡ് കപ്പിലോ അല്ല ഞാൻ പറയുന്നത്, ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടാണ് സഞ്ജു ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. ഇന്ത്യ വേൾഡ് കപ്പ് നേടിയത് എന്നല്ല ഞാൻ പറയുന്നത്, സഞ്ജു ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്. വിർച്വലി നോക്കൗട്ടായ 3 മത്സരങ്ങളിലാണ് സഞ്ജു അതിഗംഭീരമായ രീതിയിൽ പെർഫോം ചെയ്തത്. അതിനു മുമ്പ് ഇന്ത്യയുടെ ബാലൻസ് മൊത്തം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞാണ്, എന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് അഭിഷേകിനെയും ഇഷാനെയും, ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡർമാരെ കൃത്യമായി ഓഫ് സ്പിന്നർമാരെ വെച്ച് എല്ലാവരും കീഴടക്കും. ഒരു തരത്തിൽ പോലും ഇന്ത്യക്ക് അത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ സെമിയിലെത്തുന്നതിന് മുമ്പ് തന്നെ പുറത്താവുമെന്നുള്ള അവസ്ഥ എത്തി നിൽക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഒരു ചെന്നൈയിൽ നടന്ന മത്സരത്തിലാണ് സഞ്ജു വരുന്നത്. സഞ്ജു അഭിഷേകിന് നല്ലൊരു പാർട്ണർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുവരെ മോശം ഫോമിലായിരുന്നു തിലക് വർമ്മ ഉണ്ടായിരുന്നത്. തിലക് വർമ്മ ആ ചെന്നൈ മാച്ചിൻ്റെ തൊട്ട് തലേന്നുള്ള പ്രാക്ടീസ് സെഷനിൽ വെച്ചിട്ട് സ്റ്റമ്പൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ആ വിഷ്വലുണ്ട്, നമുക്ക് മാത്രമേ ആ വിഷ്വലുള്ളൂ. നമ്മൾ സൂരജായിരുന്നു എടുത്തത് നമ്മൾ വേൾഡ് കപ്പ് കവർ ചെയ്യാൻ പോയ സമയത്ത്. അപ്പോൾ അത്തരത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ടീം. ക്യാമ്പിൽ എത്രത്തോളം ആ ഫ്രസ്ട്രേഷൻ കാണുന്നുണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്, നമ്മുടെ ക്യാമറയിലും കണ്ട കാഴ്ചയാണ്, നമ്മൾ പ്രേക്ഷകരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിന് ശേഷം ആ മത്സരത്തിന് തൊട്ട് മുന്നോടിയായിട്ട് സഞ്ജുവും അഭിഷേകും ഇവരൊക്കെ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്. അഭിഷേക് അതിൽ ടച്ച് പിടിക്കുന്നുണ്ട്. ആ മത്സരത്തിലാണ് അഭിഷേക് ടച്ച് ചെയ്യുന്നതും. അതിനു മുമ്പ് തുടർച്ചയായിട്ടുള്ള ഗോൾഡൻ ഡക്കിന് പുറത്തായ താരമാണ് അഭിഷേക് എന്ന് ഓർക്കണം. തിലകിനെ പൊസിഷൻ മാറ്റി അന്ന് 6ാം സ്ഥാനത്തോ 7ാം സ്ഥാനത്തോ അദ്ദേഹത്തിന് കളിപ്പിക്കുന്നത്, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് തിലക് ഒരു ഗംഭീരമായ ഇന്നിങ്സ് ഡെലിവർ ചെയ്യുന്നു. ടീമിൻ്റെ മൊമെൻറ്റം തന്നെ, അന്ന് ചെന്നൈയിൽ സഞ്ജു വലിയ സ്കോറൊന്നും നേടിയിട്ടില്ല, പക്ഷെ ഒരു വലിയ മൊമെൻറ്റം സഞ്ജു ഉണ്ടാക്കുന്നു. മാത്രമല്ല അത് ചെന്നൈക്ക് വേണ്ടി സൈൻ ചെയ്ത ശേഷം, ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി IPL സൈൻ ചെയ്ത ശേഷം സഞ്ജു ചെന്നൈയിൽ ഇറങ്ങുന്ന ഒരു മത്സരമാണ്. സിംബാബ്വെക്കെതിരായ മത്സരം അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു ഞാൻ ആ മത്സരം മീഡിയ റൂമൊന്നും അല്ല ഗ്രൗണ്ടിൽ നിന്നുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായ സ്റ്റേഡിയം നിന്നാണ് കണ്ടത്. ഭയങ്കരമായ ഫാൻസ് എല്ലാം വലിയ രീതിയിൽ സഞ്ജുവിനെ ആഘോഷിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ചെറിയ ഒരു സമയമാണെങ്കിൽ പോലും നല്ല ഇമ്പാക്റ്റ് സഞ്ജു ഉണ്ടാക്കി. മാത്രമല്ല സഞ്ജുവിൻ്റെ കോൺഫിഡൻസ് അഭിഷേകിനും കിട്ടി, തിലകിനും കിട്ടി. ഇന്ത്യ അനായാസ മത്സരം വിജയിക്കുന്നുണ്ട്. ശിവൻ ദുബെ അവസാനം കുറച്ച് റൺസ് കൊടുത്തിരുന്നെങ്കിൽ പോലും. പിന്നീട് നോക്കൂ, ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യക്ക് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിലെത്താൻ കഴിയൂ. വെസ്റ്റ് ഇൻഡീസാണ് എതിരാളികൾ. അത്യാവശ്യം നല്ല ബൗളർമാരുള്ള ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. അവിടെ സഞ്ജു ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ്, T20 ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്ന് 97 റൺസ് എടുത്തുകൊണ്ട് സഞ്ജു വിജയത്തിലെത്തിക്കും. സഞ്ജുവിൻ്റെ വിജയത്തിന് ശേഷമുള്ള മൊമെന്റ്സ് ഒക്കെ നമ്മൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വാങ്കഡയിൽ വെച്ച് ഇംഗ്ലണ്ടിനെതിരെ സെമി, അപ്പോഴേക്കും സഞ്ജു തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ ഒരു കടുകട തെറ്റിക്കുന്നില്ല. 89 റൺസ് എടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിനെയും ടീമിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് വിജയശില്പി സഞ്ജു തന്നെയാണ്. നല്ലൊരു ഗംഭീരമായ റൺഔട്ട് അവിടെ ഉണ്ടായിരുന്നു സഞ്ജു ചെയ്തിട്ടുള്ളത്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് റെക്കോർഡുകൾ നമ്മൾ പറയുമ്പോൾ പോലും ഇഷാനുമായിട്ടുള്ള വിക്കറ്റ് കീപ്പിങ്ങിലെ ഒരു മികവും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഫൈനലെത്തിയപ്പോഴേക്ക് സഞ്ജു മാത്രമേ ഉള്ളൂ. നമ്മൾ ഫൈനലിൽ 2 ദിവസം മുൻപേ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത്, കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ, കളി കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വലിയ രീതിയിൽ പറയുന്നത് സഞ്ജുവിനെ നാട്ടുകാർ, സഞ്ജുവിനെ. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഭിമാനം ഉണ്ടായിരുന്നു. സഞ്ജുവിനെ നാട്ടിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, സാധാരണ ഇന്ത്യൻ ടീമിൻ്റെ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആ വിധമൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ ഈ ഫൈനലിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴേക്ക് സഞ്ജുവിൻ്റെ നാട്ടുകാർ എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജൊക്കെ അവിടെയുണ്ട്. വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നു. സഞ്ജു ആ മത്സരത്തിലും ഡെലിവർ ചെയ്യുന്നു. ബുംറയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് എന്നായെങ്കിൽ പോലും സഞ്ജുവിൻ്റെ 89 റൺസ്, നിർണായകമായ 89 റൺസ്, ഒപ്പം തന്നെ അഭിഷേകും ആ മത്സരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു താരം പ്ലെയർ ഓഫ് ദ മാച്ച്, ഏറ്റവും ചുരുങ്ങിയ മത്സരങ്ങൾ കളിച്ചുകൊണ്ടൊരു ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം നേടുന്ന താരം അന്ന് സഞ്ജുവാണ് 5 മത്സരങ്ങൾ കൊണ്ട്. ആ വിധം ലോകകപ്പ് ഇന്ത്യക്ക് എടുത്തു കൊടുത്തിട്ട് നന്ദികേടല്ല സഞ്ജുവിനോട് കാണിക്കുന്നത്. പിന്നീട് 3 മത്സരം സഞ്ജുവിനെ കളിപ്പിച്ചിട്ടുള്ളൂ. ആ 3 മത്സരങ്ങൾ ഏതൊക്കെ? ഒന്ന്, അത്ര അപ്രസക്തമല്ലാത്ത അയർലൻഡിനെതിരായ 2 മത്സരങ്ങൾ. അതിൽ സഞ്ജുവിനെ കിട്ടിയിട്ടുണ്ടാവില്ല ഇതിലെ റിസൾട്ട് ഏതെങ്കിലും തരത്തിൽ തന്നെ ബാധിക്കുമെന്നുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ ഒറ്റ മത്സരം കളിപ്പിച്ചു. ആ ഇംഗ്ലണ്ട് സീരീസിൽ 5 മത്സരം കൂടി കളിപ്പിച്ചിട്ട് അതിലും ഒട്ടും ഫോം ആവില്ലെങ്കിൽ സിംബാബ്വൻ സീരീസ് അല്ലേ അടുത്തത്, അതിലൊരു പരീക്ഷണത്തിൽ മുതിർന്നേക്കാം. പക്ഷെ സഞ്ജുവിനെ എന്താ ട്രീറ്റ് ചെയ്ത്? ഒറ്റ മത്സരം കളിപ്പിച്ചുകൊണ്ട് മാറ്റി. ശരി, സഞ്ജുവിനെ മാറ്റി, 3 മത്സരം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നീതി എല്ലാവർക്കും വേണ്ട. സഞ്ജുവിന് പക്ഷേ കുറച്ചധികം പ്രയോറിറ്റി കൊടുക്കണം. കാരണം ആ വിധം വേൾഡ് കപ്പിൽ ഡെലിവർ ചെയ്തൊരു പ്ലെയറാണ്. പിന്നീട്
ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ എന്താ പ്രശ്നം? അപ്പോൾ അഭിഷേക് ശർമ്മ വേൾഡ് കപ്പിന് ശേഷം കളിച്ച 10 മത്സരങ്ങളിൽ നിന്ന് 142 റൺസ് മാത്രമാണുള്ളത്. സിംബാബ്വൻ സീരീസിൽ 1-8-2 എന്നിങ്ങനെയാണ് സ്കോർ. ഒരു പരമ്പരയിൽ ഒരേ ബൗളർക്ക് തുടർച്ചയായി വിക്കറ്റ് നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല. ഇത് ബ്ലെസ്സിംഗ് സുബ്രഹ്മണ്യാണ് ഈ 3 മത്സരങ്ങളിലും അഭിഷേകിന്റെ വിക്കറ്റ് എടുത്ത്. ആ ഒരു പ്ലെയർക്കെതിരെ അഭിഷേകിനൊരു ടെക്നിക്കില്ല. അഭിഷേകിന്റെ നമുക്കറിയാം കുറെ കൂടി ബാറ്റ് ഉയർത്തി അടിക്കുന്ന ഒരു ശൈലിയാണ്. അത് ലൈനിലോ ലെങ്ത്തിലോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ബോളൊന്ന് സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്ത് വിക്കറ്റ് പോകുന്നൊരു പ്ലേയിങ് സ്റ്റൈലാണ് അഭിഷേകിൻ്റെത്. ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഗെയിമാണ്. അത് ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവില്ല. ടെക്നിക്കലി കൂടി സോളിഡ് അല്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും പൊളിയാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ജു ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു ബാറ്ററാണ്. ഇനി പകരം വൈഭവിനെടുത്തു. വൈഭവ് സിംബാബ്വൻ സീരീസിൽ ഗംഭീരമായി കളിച്ചു. പക്ഷേ ആ വൈഭവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിനെതിരെ ഒന്ന് പാളിയപ്പോൾ ഒരു മത്സരത്തിന് അദ്ദേഹത്തിനെ പുറത്തിരുത്തുന്നു. 15 വയസ്സേ ഉള്ള പയ്യനെ. അപ്പോൾ ഒരു പ്ലെയർ ഒന്ന് മാറ്റി നിർത്തുമ്പോഴേക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു അതിൽ ഒരു പരിധിവരെ ലക്ഷ്മണന്റെ ഒരു സാന്നിധ്യം വൈഭവിന് വലിയ ധൈര്യം കൊടുത്തിട്ടുണ്ടാവും സിംബാബ്വൻ സീരീസിൽ ഇറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ ഈ അഭിഷേകിനെ ഇഷാൻ കിഷൻ ഭേദപ്പെട്ട രീതിയിൽ ഡെലിവർ ചെയ്യുന്നുണ്ട്. തിലക് വർമ്മ എന്താണ് ലോകകപ്പിന് ശേഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനേക്കാൾ ഉപരി നമ്മൾ സ്ഥിരമായിട്ട് ഓൾറൗണ്ടർമാരെ കുത്തി നിറച്ച് അങ്ങ് കൊണ്ടുപോകും. ഓൾറൗണ്ടർ 2 പേര് നിർബന്ധമായി വേണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇന്ത്യ 11 ഇറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് ബോളും ചെയ്യിപ്പിക്കണ്ടേ? ശിവൻ ദുബേനൊന്നും ബോൾ ചെയ്യിപ്പിക്കില്ല, ബാറ്റിംഗ് നടക്കും. അദ്ദേഹം ബാറ്റിങ്ങിലും അബദ്ധമാണ്, ബൗളിങ്ങിലും അബദ്ധമാണ്, ഫീൽഡിങ്ങിൽ അതിനേക്കാൾ അബദ്ധമാണ്. പക്ഷേ ടീമിൽ സുരക്ഷിതനാണ്. തിലക് വർമ്മയെ വേഗം വൈസ് ക്യാപ്റ്റനാക്കി. എന്തുകൊണ്ടാണ് സേഫ് ആക്കി? വൈസ് ക്യാപ്റ്റനെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും അവർക്ക് അവരുടെ റോളിനെ കുറിച്ച് കൃത്യമായ വ്യക്തത ഉണ്ടായിരിക്കുകയും സഞ്ജു സാംസണ് ഒരു തരത്തിൽ പോലും വ്യക്തത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ട നീതി തന്നെയാണ്. വേറെ വാക്കുകളൊക്കെയാണ് ഓർമ്മ വരുന്നത്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. വേറെ കാര്യം കൂടി, ഇപ്പോൾ സഞ്ജു അത് അവസാന നിമിഷങ്ങൾ അത് റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. എലിപ്പന്തയത്തിന് ഞാനില്ല എന്നുള്ളതാണ് സഞ്ജു പറയുന്നൊരു വാക്ക്. ഇനി എൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച്, എൻ്റെ ടെക്നിക്കിനെ കുറിച്ച് ആരും സംസാരിക്കേണ്ട. സഞ്ജു എങ്ങനെ കളിക്കുമെന്ന് സഞ്ജു തീരുമാനിക്കും. അതാണ് സഞ്ജു പറഞ്ഞ വാക്ക്. ജിയോ സ്റ്റാർ നൽകിയൊരു അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതിലുണ്ട് ഇനി സഞ്ജുവിനെ തന്നെ അറിയാം. ഇനി സഞ്ജുവിൻ്റെ വാചകത്തിൽ തന്നെയുണ്ട്, ഇനി കുറച്ച് വർഷങ്ങളെ എനിക്ക് ക്രിക്കറ്റ് ബാക്കിയുള്ളൂ. ആ സമയം ഞാൻ ടെൻഷൻ അടിക്കാതെ ആസ്വദിച്ച് കളിക്കാനാണ് ഇനി ശ്രമിക്കുക എന്നുള്ളത്. ഇനി സഞ്ജു അത് തന്നെയാണ് ചെയ്യേണ്ടത്. സഞ്ജു ഏറ്റവും ഗംഭീരമായ, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാലും സഞ്ജുവിനെ ടീമിലെടുക്കുന്ന ഒരു ഉറപ്പില്ല. അപ്പോൾ ആ പ്ലെയർക്ക് എന്ത് തോന്നുന്നു ആ രീതിയിൽ, ആ യുക്തിയിൽ, ആ സന്തോഷത്തിൽ, അയാൾ എൻജോയ്മെന്റിൽ മാത്രം വിശ്വസിച്ച് സഞ്ജു കളിക്കട്ടെ. അല്ലാതെ BCCI നന്നാവുന്ന എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. തീർച്ചയായിട്ടും സഞ്ജു അത് നയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി തനിക്ക് വേണ്ടി പോലും മുറവിളി കൂട്ടിയിട്ടും കാര്യമില്ല. നമുക്കറിയാം, മലയാളികൾ എക്കാലവും പ്രൗഢിയോടുകൂടി കണ്ട, അഭിമാനത്തോടുകൂടി കണ്ട താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചു, ആർപ്പ് വിളിച്ചു. പക്ഷേ അത് മലയാളികളുടെ മാത്രമായിട്ട് ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ സഞ്ജു സാംസണിന് വേണ്ടി, അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ സഞ്ജുവിന് വേണ്ടി ചാൻറ്റ് ചെയ്യുന്ന, സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസണിന് വേണ്ടിയിട്ട് ചാൻറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും BCCIയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതൊന്നും വരുന്നില്ല എന്നുള്ളത്. ഇന്നത്തെ ഈ ദിവസം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീലങ്കയ്ക്കെതിരായിട്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. ഒരു ഘട്ടത്തിൽ സഞ്ജു ടെസ്റ്റ് ടീമിലേക്ക് വരുമോ എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുൻപായിട്ടാണ് സഞ്ജു ധീരമായിട്ട് അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കുന്നതെന്ന്, ഞാൻ എൻ്റെ കളി കളിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിപ്പിച്ചോളൂ, നിങ്ങൾ വിളിച്ചാൽ ഞാൻ കളിക്കാം എന്നത്, ആ രീതിയിലേക്ക് സഞ്ജു മാറുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള മലയാളിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള മലയാളി എന്ന് പോട്ടെ, അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അവസാനത്തെ 3 ഇന്നിങ്സ്, ലോകകപ്പിലെ 3 ഇന്നിങ്സുകൾ പറഞ്ഞല്ലോ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സഞ്ജു കുറച്ചുകൂടി സെൽഫിഷ് ആകണമായിരുന്നു മുമ്പ് തന്നെ. കാരണം അദ്ദേഹം ഈ 89കളിലും 80കളിലും 90കളിലും പുറത്താകേണ്ടിയിരുന്നില്ല. അദ്ദേഹം സെഞ്ചുറി അടിക്കണമായിരുന്നു. ഓരോ മത്സരവും അദ്ദേഹം പന്തുകൾ, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് പന്തുകളെടുത്ത് അദ്ദേഹം ആ സ്കോറിനെ 3 അക്കത്തിലേക്ക് കൺവെർട്ട് ചെയ്യണമായിരുന്നു. എന്നിട്ട് ഒരു ഘട്ടത്തിൽ സഞ്ജു തന്നെ പറഞ്ഞാൽ തോന്നുന്നു, സ്റ്റാറ്റിക്സ് ആയിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടുക, എന്നാൽ സ്റ്റാറ്റിക്സ് മാത്രമല്ല എന്ന് പറയുന്നത്. പക്ഷേ അതല്ല, നമുക്ക് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൽ അടയാളപ്പെടുത്തുന്നത് കണക്കുകൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ 3 T20 സെഞ്ചുറികൾ അദ്ദേഹത്തിന് വരുന്നുണ്ട്, ഏകദിനത്തിലും സെഞ്ചുറി ഉണ്ട്. പക്ഷെ അതല്ല, അതിൽ കൂടുതൽ അവസാനം കളിച്ച മത്സരത്തിൽ കളിച്ചിട്ടില്ല. അപ്പൊ അതായത് നമ്മൾ നേരിട്ട് ഒരു അവഗണന, സഞ്ജു നേരിടുന്ന ഒരു അവഗണന വളരെ കൃത്യമാണ്. നമുക്കറിയാം, ഏകദിന ടീം പ്രഖ്യാപിക്കുമ്പോൾ 2020 പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തും. 2020 പരമ്പരകൾ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഏകദിനത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാഷണൽ മീഡിയസിൽ വന്നൊരു ചർച്ചയാണ്, ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിക്കാൻ പോവാണ്, ചിലപ്പോൾ സഞ്ജു ഉണ്ടായേക്കും.
അതെ. കാരണം ഇപ്പൊ വൺഡേന്നും T20 അങ്ങ് ഒഴിവാക്കാൻ നിൽക്കാണല്ലോ. അപ്പൊ ഇനി ടെസ്റ്റിലേക്കും കൂടി അങ്ങ് അതാണ് ആ നോക്കിയേക്കാൻ ചർച്ച വരാൻ സൂചനകൾ അവിടെയുണ്ട്. കാരണമെന്ന് പറയുന്നത്. അപ്പം ജാസിമെ നോക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് ജാസിമിന് തോന്നുന്നത്? സഞ്ജു എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണോ? പ്രത്യേകിച്ച് ഈ ഒരു തുറന്നു പറച്ചിലൂടെ നമുക്കറിയാം BCCIയെ പിണക്കിയാൽ, BCCI മേലാളന്മാരെ പിണക്കിയാൽ പിന്നെ ഇന്ത്യൻ ടീമിലെ പടിവാതിൽ നോക്കേണ്ട കാര്യമില്ല എന്ന കാര്യം നമുക്ക് അറിയാം. ഇത് സഞ്ജുവിൻ്റെ ഒരു മുന്നറിയിപ്പാണെങ്കിൽ, സഞ്ജു തീർത്തും ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു ഇനിയൊരു ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള സാഹചര്യം അങ്ങനെയൊക്കെ നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിൻ്റെ മുകളിലായി അദ്ദേഹം ഈ ടീമിനെ കൃത്യമായിട്ട് എന്താണ് BCCI എന്നും എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണല്ലോ സഞ്ജു. അപ്പോൾ അദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടതും. ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ച് നേരത്തെ ഇപ്പോൾ ജയശേട്ടൻ പറഞ്ഞപ്പോൾ അതിൽ ബ്ലസ്സിം മുസർബാനിയും അഭിഷേക് ശർമ്മയും തമ്മിലുള്ള ആ ഒരു വിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ 3 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുക്കുന്ന ബ്ലസ്സിം മുസർബാനിയാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ അതിലൊക്കെയാണ് സഞ്ജുവിനെ കണ്ടുപിടിക്കേണ്ടത്. സഞ്ജു ലോകകപ്പിന് ഇപ്പോൾ ലാസ്റ്റ് കളിച്ച 2026 ലോകകപ്പിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ആ സമയത്തേക്ക് വരുമ്പോൾ, ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ വരുമ്പോൾ ജോഫ്ര ആർച്ചർ, അദ്ദേഹത്തിൻ്റെ 3-4 വിക്കറ്റുകൾ എടുത്ത ഒരു ബോളറാണ് ജോഫ്ര ആർച്ചർ. അപ്പോൾ ആർച്ചറെ എങ്ങനെ നേരിടുമെന്നുള്ള ഒരു വലിയ ചോദ്യം അദ്ദേഹത്തോട് പലപ്പോഴും ചോദിക്കുന്നുണ്ട് പിന്നെ സഹതാരങ്ങളും മറ്റൊക്കെ. കാരണം അത് എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളത് അത് മത്സരത്തിൻ്റെ തലേ ദിവസങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നത് ഓക്കെ നോക്കാം, അദ്ദേഹത്തിൻ്റെ ആ സ്വതസിദ്ധമായൊരു ശൈലി ഉണ്ടല്ലോ, അതിൽ ആ രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കൂടുതൽ അതേക്കുറിച്ച് പറയുന്നില്ല കാരണം അത് എനിക്ക് അഹങ്കാരമാണ് എന്നുള്ളതൊക്കെ വരുത്തി തീർക്കുന്നുള്ളത്. ആ ഒരു സഞ്ജുവിൻ്റെ ഒരു സിംപ്ലിസിറ്റിയും കൂടിയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ജോഫ്ര ആർച്ചറെ പിന്നീട് അടിച്ചു തകർക്കുന്ന ഒരു സഞ്ജുവിനൊക്കെയാണ് പിന്നീട് നമ്മളെ മത്സരത്തിൽ കാണുന്നത്. അതായത് എങ്ങനെ ഒരു കളിക്കാരനെ നേരിടണം എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി അത് ഗ്രൗണ്ടിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും സഞ്ജുവിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതില്ലാതെ പോയതാണ് അഭിഷേക് ശർമ്മയ്ക്കുള്ള കുഴപ്പം. കാരണം ബ്ലസ്സിം മുസർബാനിയെ പോലുള്ള ഒരു താരത്തിനെ പിന്നീടും വീണ്ടും അതേ വിക്കറ്റുകളിലേക്ക് കൊടുക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഒരു നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അതിൽ നിന്ന് പഠിക്കാനൊന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതി കൂടിയാണ് എങ്ങനെ ഒരു ബോളറെയൊക്കെ നേരിടണം എന്നുള്ളതും അദ്ദേഹത്തിന്. പിന്നെ നേരത്തെ ഇപ്പോൾ അനുപേട്ടൻ ചോദിച്ചതിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ അദ്ദേഹം ഒരു സെൽഫിഷ് ആയിട്ട് കളിക്കണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല റെക്കോർഡുകളും പല താരങ്ങളുടെ റെക്കോർഡുകൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ റെക്കോർഡുകളാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ സച്ചിൻ്റെ റെക്കോർഡുകൾ, ഡബിൾ സെഞ്ചുറികൾ, അങ്ങനെയുള്ള പല റെക്കോർഡുകളും. ഇപ്പോൾ സച്ചിനൊക്കെ പലപ്പോഴും നമുക്ക് അത് സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് പലപ്പോഴും സെഞ്ചുറികൾ നഷ്ടമാകുന്ന സച്ചിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 92 മുതൽ 90 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് സച്ചിൻ്റെ കളി കാണുമ്പോഴൊക്കെ. പക്ഷേ നമുക്ക് സഞ്ജുവിൻ്റെ കളിയിലേക്ക് വരുമ്പോൾ സഞ്ജു ടീമിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് ശരിക്കും ടീമിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ടീമിന് വേണ്ടി അല്ലായിരുന്നു അദ്ദേഹം കളിക്കേണ്ടത്, വ്യക്തിഗത പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം നടത്തേണ്ടിയിരുന്നത്. അതിലൊരു സംശയമില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. കാരണം അദ്ദേഹം നടത്തിയ പ്രകടനം നമുക്ക് മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു T20 ലോകകപ്പിൽ നടത്തുന്ന 289 റൺസ് ഉണ്ട്, 97 റൺസ് ഉണ്ട്. അതിലൊക്കെ സെഞ്ചുറി അടിക്കാവുന്ന അവസരങ്ങൾ, നമ്മളത് സെഞ്ചുറി അടിച്ചു എന്ന് ഉറപ്പിക്കുന്ന സമയങ്ങളായിരുന്നു. അത് സെഞ്ചുറി ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ടീമിന് വേണ്ടി ആ രീതിയിലേക്ക് കളി മാറ്റുന്ന ഒരു ഗിയർ ഷിഫ്റ്റ് നടത്തുന്ന ഒരു സെഞ്ചുറി. ടീമിലേക്ക് സ്ഥാനം ഉറപ്പിക്കേണ്ട മത്സരത്തിൽ പോലും അദ്ദേഹം വന്നിട്ട് ആദ്യ പന്ത് തന്നെ 6 അടിക്കാനാണ് ശ്രമിക്കുന്നത്. ആദ്യ പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. ഒന്നും 24-23 റൺസ് ചുരുങ്ങിയ പന്തിലെടുത്ത് ഒരു മൊമെന്റം നൽകിയിട്ട് പോവുക, അതാണ് ടീം ഗെയിമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടത്. അതാ പറയാം, ആ ടീം ഗെയിം കൊണ്ട് ഇന്ത്യൻ നിരയിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് വേണ്ടത് ടീം ഗെയിം എന്നുള്ള പിന്നെ വ്യക്തിഗത കളി കളിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു വലിയ പ്രശ്നം ഇന്ത്യൻ സംഘത്തിൽ പലപ്പോഴും അതുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് സഞ്ജു അനുഭവിച്ചത് എന്നുള്ളതും. ഇപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള എനിക്ക് തോന്നുന്നത് ഈ T20 ലോകകപ്പിൽ തന്നെ സിംബാബ്വെക്കെതിരായ മത്സരം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലെ ആ ചെപ്പോക്കിലെ മത്സരത്തിൽ വരുമ്പോഴേക്കാണ് സഞ്ജു വരുന്നത്. സിംബാബ്വെക്കെതിരായുള്ള മത്സരം, അതിനുശേഷം പിന്നീട് വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് എന്നുള്ള രീതിയിലേക്ക് മത്സരം. അതിന് തൊട്ട് മുമ്പുള്ള ന്യൂസിലാൻഡ് പരമ്പരയായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിന് ഇടയാക്കിയത്. അദ്ദേഹം ഒരു മങ്ങിയ പ്രകടനം നടത്തി. പക്ഷേ നമ്മളൊക്കെ പിന്നെ പ്രതീക്ഷ ലോകകപ്പിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു വെച്ചത്. കാരണം അന്നത്തെ ആ പ്രകടനം നിരാശപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തെ ടീമിലെടുക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയ പ്രകടനം അദ്ദേഹം നടത്തുന്നു. അത് പിന്നീട് ആ ചെന്നൈ അവിടെ സൈൻ ചെയ്യുന്ന ഒരു ഘട്ടം കൂടി എത്തുന്നു. ചെന്നൈയിലെത്തുന്ന അദ്ദേഹം IPL പലരും പറയുന്നതാണ് അത് IPL ഫ്ലോപ്പ് ആയിട്ടുണ്ട് പലപ്പോഴും എന്നുള്ള. അദ്ദേഹം IPL ഫ്ലോപ്പ് ആണെങ്കിൽ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? കാരണം 2 സെഞ്ചുറികൾ IPL നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ എത്രയോ ബാറ്റർമാർ കളിക്കുന്ന വലിയൊരു പ്രകടനം നടത്തുന്ന IPL വേദികൾ അദ്ദേഹം 2 സെഞ്ചുറി നേടുന്നു. അദ്ദേഹം പലപ്പോഴും ടീമിൻ്റെ ഒരു രക്ഷകനായി
മാറുന്ന ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ IPL-ലും അദ്ദേഹം നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ സഞ്ജുവിൻ്റെ പ്രകടനം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു മത്സരം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു മത്സരത്തിലെ പ്രകടനം മോശമാകുമ്പോഴേക്ക് അദ്ദേഹത്തെ വിമർശിക്കുന്ന വലിയ രീതിയിൽ, അത് മുതിർന്ന ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുണ്ട് കേട്ടോ, ഈ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന താരങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നവരും പിന്നീട് ഇവർ തന്നെയാണ്. എന്താണ് അതിൻ്റെ ഒരു വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇടം അത് കൃത്യമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഗതി കെട്ടിട്ടാണ് ഇപ്പോൾ ഏകദേശം ഈ കാര്യങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിനോടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് തുറന്ന് പറഞ്ഞു തന്നെയാണ്. കാരണം ഇനി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തെളിയിക്കേണ്ടത് എന്നുള്ളത് പ്രധാന കാര്യമാണ്. അദ്ദേഹം അതിൽ തുടങ്ങുന്ന ഒരു കാര്യമുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ. അദ്ദേഹത്തിന് കോഹ്ലി നൽകിയ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചുള്ള പിന്നെ അതിൻ്റെ ഉപദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിനെക്കുറിച്ച് അദ്ദേഹം എങ്ങനെ ബാറ്റ് ചെയ്യണം, ആ രീതിയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി വെച്ച് പിന്നീടാണ് കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് മൊത്തം ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ കാര്യങ്ങളുടെ ഒരു തുടക്കം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ആ വാക്കുണ്ടല്ലോ, റാറ്റ് റേസ് എന്ന് പറയുന്നത്, ആ റാറ്റ് റേസിലുണ്ട് അദ്ദേഹത്തിൻ്റെ നിരാശ കംപ്ലീറ്റ്. അത് വെറും ഒരു പ്രയോഗമല്ല റാറ്റ് റേസ് എന്ന് പറയുന്നത്. എൻഡ്ലെസ് ടയറിങ് ഫിയേഴ്സ്ലി കോമ്പറ്റീറ്റീവ് വേ ഓഫ് ലൈഫ് എന്നാണ് എൻ്റെ നിർവചനം എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം അധ്വാനിക്കാം, ഒരു ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, എങ്ങനത്തെ അതിന് ഫലം കിട്ടുന്നില്ല, നേടുന്നു പക്ഷേ വീണ്ടും അദ്ദേഹം ലൈഫ് ലോങ് ആയിട്ട് അധ്വാനിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു അവസ്ഥ. അതിനെയാണ് റാറ്റ് റേസ് എന്നുള്ള പ്രയോഗം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ജയേഷിന് ഓർമ്മയുണ്ടല്ലോ, ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു സഞ്ജുവിൻ്റെ അച്ഛൻ ഇതേ രീതിയിലൊന്ന് പൊട്ടിത്തെറിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ഗംഭീറും മറ്റു താരങ്ങളുമാണ് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുന്നതെങ്കിൽ പോലും, പക്ഷേ അദ്ദേഹം കരിയറിലുടനീളം നേരിട്ട കാര്യങ്ങൾ, അതായത് ധോണി അദ്ദേഹം ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു, സഞ്ജുവിൻ്റെ പിതാവ്. അന്ന് നായകനായിട്ട് മറ്റു പരിശീലകർ പറയുന്നുണ്ട്. വിരാട് കോഹ്ലി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പോട്ടെ, രാഹുൽ ദ്രാവിഡിൻ്റെ പേരെടുത്ത് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ദ്രാവിഡ് പരിശീലകനായിട്ട് വരുന്നൊരു ഘട്ടത്തിൽ ഞാൻ കരുതിയിരുന്നത് സഞ്ജുവിന് ധാരാളം അവസരങ്ങൾ ലഭിക്കും, സഞ്ജു ഇന്ത്യൻ ടീമിൽ സ്ഥിരം സാന്നിധ്യമാകുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ദ്രാവിഡ് വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ കൂടിയാണല്ലോ സഞ്ജു എന്ന് പറയുന്നത്. പക്ഷേ ആ ബന്ധം എവിടെയോ വിള്ളലുണ്ടായി, അത് സാധ്യമാകാതെ പോകുന്നു. രാജസ്ഥാനിൽ പോകുന്നതിൽ കാരണം കൂടി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് കരിയർ ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടാക്കിയ ആൾ കൂടിയാണ് ദ്രാവിഡ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ വളരെ രസകരമായിട്ടുള്ള ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ പോയിന്റിന്റെ ഒറ്റ കാര്യം, ഇന്ത്യൻ ടീമിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരിശീലകനോ ക്യാപ്റ്റനോ അല്ല എന്നുള്ളത് നമുക്ക് വളരെ മുന്നേ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. BCCI തീരുമാനിക്കും ആര് കളിക്കണം ആര് കളിക്കേണ്ട എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സഞ്ജുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ വന്നിട്ട് പോലും, അതായത് സൂര്യ എന്നെ പറഞ്ഞിട്ടുണ്ട്, സഞ്ജു നമ്മുടെ അഭിമുഖത്തിൽ, സ്പോർട്സ് റിപ്പോർട്ടറിന്റെ ആദ്യത്തെ അഭിമുഖത്തിൽ സഞ്ജു പറഞ്ഞിട്ടുണ്ട്, സൂര്യ തന്നോട് പറഞ്ഞിട്ടുണ്ട് 10-22 മത്സരങ്ങൾ പുറത്തായാലും എൻ്റെ ടീമിൽ ഉണ്ടാകുമെന്നുള്ളത്. പിന്നീട് സൂര്യക്കും കൈയൊഴിയേണ്ട ഒരു സാഹചര്യം വന്നു. ഒരു വേള സൂര്യക്ക് തള്ളി പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ വേൾഡ് കപ്പിന്റെ സമയത്ത് ഓർമ്മയില്ലേ, തിലകിന് വേണ്ടി ഞാൻ സഞ്ജു സാംസണെ മാറ്റണോ, ഇഷാന് വേണ്ടി ഞാൻ, അഭിഷേകിന് വേണ്ടി ഞാൻ സഞ്ജു സാംസണെ മാറ്റണോ തന്നെ ഉണ്ട്. പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നതിന്റെ 2-3 കളികൾക്കൊക്കെ മുമ്പാണ്. അതെ. എന്നിട്ട് ആ സഞ്ജുവിന് വേണ്ടി വന്നു സൂര്യക്ക് ചിരിക്കാനും സൂര്യക്ക് ഒരു വേൾഡ് കപ്പ് എടുത്തു തുടങ്ങാനും. അത് വേറെ കാര്യം. അപ്പോ സഞ്ജുവിന് ഗൗതം ഗംഭീറും സഞ്ജു അത്യാവശ്യം നല്ല ടൈമിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഗംഭീർ വന്നിട്ടും സഞ്ജുവിന് അവസരങ്ങളുണ്ടോ? ഇല്ല. ഗംഭീർ പിന്നെ ആർക്കും കൊടുക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ 15 വയസ്സുള്ള വൈഭവിന് വരെ 3 മത്സരം മോശമായപ്പോഴേക്ക് വൈഭവിനെ മാറ്റിയ ആളാണ്. 15 വയസ്സിൽ ആ പയ്യൻ്റെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഗംഭീർ അത്തരത്തിലുള്ളൊരു കാര്യമൊന്നും നോക്കുന്നില്ല. അയാൾ കുറെ കൂടി 100% പ്രാക്ടിക്കലാണ് നോക്കുന്നത്. അത്രയൊന്നും നോക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള കാര്യം കൂടി നോക്കണം. ദ്രാവിഡ് വന്നിട്ട് സഞ്ജുവിനെ ഏതെങ്കിലും തരത്തിലുള്ളതില്ല. രവിശാസ്ത്രി ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം, അതായത് രവിശാസ്ത്രിയാണ് സഞ്ജുവിനെ പുറത്താക്കിയ ശേഷം ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ വിമർശനം വന്നിട്ടുള്ളത്. സഞ്ജുവിനെ അതിലേക്കാണ് വരുന്നത്. സഞ്ജുവിനെ നിർബന്ധമായിട്ടും കളിപ്പിക്കണം. ഒരു 3 മത്സരത്തിന്റെ പുറത്ത് സഞ്ജുവിനെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും നല്ലതല്ല. ഒരു വേൾഡ് കപ്പ് ഒറ്റയ്ക്ക് നേടിക്കൊടുത്ത താരമാണ് സഞ്ജു എന്നൊക്കെ രവിശാസ്ത്രി പറഞ്ഞു. ഇതേ രവിശാസ്ത്രി പരിശീലകരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് സഞ്ജുവിന്റെ നാട്ടിൽ കാര്യവട്ടത്ത് കളി ഉണ്ടായിരുന്നു. അന്ന് കളിപ്പിച്ചില്ല. അന്ന് ടീം അംഗങ്ങളെ മൊത്തത്തിൽ കൂകി വിളിച്ച സമയത്ത് സഞ്ജു കൈയടിക്കാനും ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിലെ ഇന്ത്യയുടെ ഫ്ലാഗ് അതിനുവേണ്ടി കൈയടിക്കാനും വേണ്ടിയിട്ട് സഞ്ജു പറയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BCCIക്കുള്ളിലുള്ള കളികൾ തന്നെയാണ് ഉറപ്പായിട്ടും. സഞ്ജുവിന് മാത്രമല്ല, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അത് ഏറ്റവും അവസാനത്തെ ഏറ്റവും
ക്വാളിറ്റിയുള്ള അവസാനത്തെ ഇര സഞ്ജു സാംസൺ ആണെന്നുള്ളതാണ്. സഞ്ജു ഇത്ര ശക്തമായിട്ട് പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം ഒരു ചെറിയ സൂചന അദ്ദേഹം നൽകിയിരുന്നു. അതായത് 10 വർഷം തികയുന്ന അവസരത്തിൽ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. 2015 2020 ക്രിക്കറ്റിലാണ് അദ്ദേഹം രാജ്യാന്തര മത്സരത്തിൻ്റെ ആദ്യമായിട്ട് കളിക്കുന്നത് 2015-ലാണ്. അത് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് 20ാം വയസ്സിൽ സിംബാബ്വേക്കെതിരെയായിരുന്നു അരങ്ങേറ്റം. രാജ്യാന്തര ക്രിക്കറ്റ് ഞാൻ 10 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ അക്കങ്ങൾ മുഴുവൻ കഥയും നിങ്ങളോട് പറയുന്നില്ലായിരിക്കാം. അനുഗ്രഹീതമായ ഈ യാത്രയിൽ എല്ലാത്തിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, നന്ദിയുണ്ട്. ഇത് തന്നെ ഒരു സൂചനയായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം പറയുന്നതാണ്. അതായത് സഞ്ജു അത്തരം സിഗ്നലുകൾ ഇടാറുണ്ട്. ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്ക് ശേഷം ഏറെക്കുറെ സഞ്ജുവിൻ്റെ വെടിതീർന്നു. സഞ്ജുവിന് ബാക്ക് ഫുട്ടിൽ അത്തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു നെരിപ്പോട് കത്തി അതിലേക്ക് സഞ്ജു നോക്കി നിൽക്കുന്നൊരു പടം സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. അതെ, പ്രശസ്തമല്ലേ? അതെ. ഇതിന്റെ കണക്കിലേക്ക് വരുമ്പോഴേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സഞ്ജു കളിച്ചു, അദ്ദേഹത്തിനൊപ്പം അരങ്ങേറിയവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. സഞ്ജുവിനൊപ്പം അതേ മത്സരം കളിച്ച മനീഷ് പാണ്ഡെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സ്ഥിരം സ്ഥാനിധ്യമാകാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം 39 കളികൾ ഇന്ത്യക്കായിട്ട് കളിച്ചു ചുരുങ്ങിയ വർഷത്തിന്, 7 വർഷത്തിന്. ഞാൻ ഈ സഞ്ജുവിൻ്റെ കരിയറിലെ പീക്ക് ഫോം നിലനിൽക്കുന്ന 7 വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോൾ കിട്ടിയ കാര്യങ്ങളാണിത്. 2016 സഞ്ജുവിന് ശേഷം ഇറങ്ങിയേറിയ ബുംറ 57 കളികൾ ആ കാലയളവിൽ, ഹാർദിക് പാണ്ഡ്യ 57, യുസ്വേന്ദ്ര ചാഹൽ 57, കെഎൽ രാഹുൽ 56 കളികൾ കളിക്കുന്നുണ്ട്. അതായത് ഇതിനൊക്കെ ഇടയിൽ അവർ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും അവർ സ്ഥിരമായിട്ട് അവർ ടീമിൽ ഉണ്ടാകുന്നൊരു വിശ്വാസം കൊടുക്കുന്നുണ്ട് സെലക്ടർമാരും മറ്റുള്ളവരും. 2017-ലാണ് ഋഷഭ് പന്ത് അരങ്ങേറുന്നത്. അദ്ദേഹം ആ കാലയളവിൽ 7 വർഷത്തിനിടെ അതിനുശേഷം 46 മത്സരം കളിക്കുന്നത്. കുൽദീപ് യാദവ് 24, ശ്രേയസ് അയ്യർ 39, വാഷിംഗ്ടൺ സുന്ദർ 31 കളികൾ കളിക്കുന്നു. 2018 അരങ്ങേറുന്ന ഷാർദുൽ ഠാക്കൂർ, നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ ടീമിൽ എന്ത് സംഭാവനയാണ് ചെയ്യുന്നത്. അദ്ദേഹം 25 മത്സരങ്ങൾ തുടരെ അല്ലെങ്കിൽ സ്ഥിരമായി കളിക്കുന്നു. ദീപക് ചഹാറിനും ഖലീൽ അഹമ്മദിനും കൃണാൽ പാണ്ഡ്യയ്ക്കും വരെ അവസരം ലഭിക്കും. പിന്നെ ശിവം ദുബൈയിലേക്ക് വരാൻ 2019 അരങ്ങേറിയ ശിവം ദുബൈ 13 മത്സരങ്ങൾ. 2021 അരങ്ങേറുന്ന സൂര്യകുമാർ യാദവ് 21 മത്സരങ്ങൾ. ഇഷാൻ കിഷന്റെ കാര്യം അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. 13 മത്സരങ്ങൾ ഒരു വർഷത്തിനകം അദ്ദേഹം കളിച്ചു. സഞ്ജു ആദ്യ 7 വർഷം കളിച്ചത് 13 മത്സരങ്ങളാണ് എന്നുള്ളതാണ്. ഇതാണ് കൃത്യമായിട്ടുള്ള പാർഷ്യാലിറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് സഞ്ജു എന്താണെന്ന് എന്നും സഞ്ജുവിനെ എങ്ങനെ പരിഗണിക്കണമെന്നും മറ്റു താരങ്ങൾ ആരാണെന്നും അവരെ എങ്ങനെ പരിഗണിക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ ലോബി, സൗത്ത് ഇന്ത്യൻ ലോബി, ആ ഒരു വിവേചനം അത് ശക്തമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോഴും തുടരുകയാണ് ഈ പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്ക്. തീർച്ചയായിട്ടും നേരത്തെ ശ്രീശാന്തുള്ള സമയത്ത് തന്നെ അദ്ദേഹം തന്നെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് താരങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾ എന്തുകൊണ്ട് മുകളിലേക്ക് മുന്നേറി പോകുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഈ ലോബിയുടെ പ്രവർത്തനം തന്നെയാണെന്ന് പലരും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ പല സമയങ്ങളിൽ അത് പറഞ്ഞിരുന്നു പഴയ സമയത്തൊക്കെ. പക്ഷേ അപ്പോൾ ഒക്കെ വലിയ ഒരു അറ്റാക്കൊക്കെ നേരിട്ട് അല്ലെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ സഞ്ജുവിൻ്റെ കേസിലേക്ക് വരുമ്പോഴും, ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കേസിലേക്ക് വരുമ്പോഴും ഇപ്പോഴും ആ രീതി തന്നെയാണ് തുടരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റ് താരങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ഇതൊക്കെ കളിച്ച താരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ എന്ത് നല്ല പ്രകടനം എടുത്ത താരങ്ങൾ ഇപ്പോഴും ഉണ്ട്. രോഹൻ കുന്നുമല്ല പോലെയുള്ള താരങ്ങളും മറ്റൊക്കെ ഒരുപാട് പേര് നമുക്ക് നമ്മൾ ഒന്ന് റണ്ണറപ്പായതാ ഈ അടുത്ത്, എന്നിട്ട് പോലും നമ്മുടെ ഒരു താരങ്ങൾ പോലും അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പലപ്പോഴും അത് ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ താരങ്ങളും കൂടിയാണ്. അന്നത്തെ ഇപ്പോൾ അനുപെണ്ണൊക്കെ ശരിക്കും അറിയാമായിരിക്കും, കാരണം ഫൈനലിലും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസരത്തിലൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. കാരണം അന്നൊക്കെ നല്ല പ്രകടനം നടത്തിയ ഒട്ടേറെ താരങ്ങൾ അന്ന് ആ മത്സരത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അവരൊക്കെ എന്തായി എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം പലപ്പോഴും നമ്മുടെ ഈ അരങ്ങേറ്റ താരങ്ങൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത്. അത്രയും കൊടുക്കുന്ന ഒരു അവസരത്തിൽ കേരളത്തിൽ നിന്നുള്ള പല താരങ്ങൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല താരങ്ങളും തഴയപ്പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം മാത്രമല്ല, ചെന്നൈ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകളുടെ ഒരു ധാരാളിത്തമുള്ള ഒരു നാടും കൂടിയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സഞ്ജുവിനൊക്കെ പിന്നെ അവസരം നഷ്ടപ്പെടുമ്പോൾ ഇത് ഒരു തുടർച്ച, അത് അന്നത്തെ ഒരു തുടർച്ച അത് ഇന്ന് വരുന്നു. BCCയുടെ ഒരു തലപ്പത്ത് പോലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളില്ല എന്നുള്ളതും വലിയൊരു തിരിച്ചടിയാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. പലപ്പോഴും BCCക്കൊന്നും നമ്മുടെ ഈ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും കാര്യമായിട്ട് ഇപ്പോൾ ആളുകളില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടാകും. പക്ഷേ നമുക്കതിൻ്റെ ഏറ്റവും ഉണ്ടെങ്കിലും സംസാരിക്കുക എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. നായർ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ തല വേണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. മറ്റൊരു കാര്യം കൂടി നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുമ്പോഴേ എന്തായാലും നമ്മൾ സഞ്ജുവിൻ്റെ നേരിട്ട് അവഗണനകൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പോയിന്റ് പ്രസക്തമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ആദ്യത്തെ 7 വർഷങ്ങളിൽ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട്, അതായത് അരങ്ങേറിയതിന് ശേഷം 4 വർഷം അദ്ദേഹം വനവാസത്തിലായിരുന്നു. പിന്നെ എവിടെയും അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടേ ഇല്ല. 2013 IPL നമുക്കറിയാം, യങ്ങസ്റ്റ് പ്ലെയർ, എമർജിംഗ് പ്ലെയറായിട്ട് വന്ന താരത്തെയാണ് ഒരു സംവിധാനം ഇങ്ങനെ നശിപ്പിച്ചതെന്ന് ഓർക്കണം. പക്ഷേ അപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, സഞ്ജു പലപ്പോഴും ഒരു മാച്ച് വിന്നറാകാൻ ശ്രമിച്ചില്ല എന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ പിഴവുകളൊന്നായിട്ട് നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം സഞ്ജുവിന്റെ നേരിട്ട് അവഗണനകൾ പറയുമ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വെരി ഫസ്റ്റ് മാച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം 19 റൺസ് 24 പന്തിൽ 19 റൺസ് എടുത്ത് മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒരു ലോ സ്കോറിംഗ് മാച്ചാണ് സിംബാബ്വേക്കെതിരെ 2015. നമുക്കറിയാം
സഞ്ജു പുറത്താകുന്ന ഘട്ടത്തിൽ 7-117 എന്നുള്ള സ്കോറാണ്. പിന്നെ ഇന്ത്യക്ക് ജയിക്കാൻ 29 റൺസ് മതിയായിരുന്നു. 2.2 ഓവറോളം ബാക്കിയുണ്ടായിരുന്നു. ഒരു പക്ഷേ സഞ്ജു അന്ന് ഒരല്പം കൂടി മെച്യൂരിറ്റി കാണിച്ച് ആ കളി ജയിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ജാതകം മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സഞ്ജു നിരാശപ്പെടുത്തിയ മറ്റൊരു മത്സരം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏഷ്യ കപ്പിൻ്റെ ഫൈനലാണ്. പാകിസ്ഥാനെതിരെ ഏറ്റവും ചുരുങ്ങിയ സ്കോറിന് നമ്മൾ നിൽക്കുന്ന ഘട്ടത്തിലും സഞ്ജു ഇതേപോലെ വന്ന് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. തിലക് വർമ്മയുമായി ചേർന്നൊരു ഗംഭീര പാർട്ണർഷിപ്പ്. തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു, പക്ഷേ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം സഞ്ജു എന്താണ് ചെയ്യുന്നത്? ഒരു 20+ റൺസിലേക്ക് എത്തുമ്പോഴത്തേക്കും സഞ്ജു മടങ്ങുകയാണ്. മറിച്ച് മറുഭാഗത്ത് തിലക് വർമ്മ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം 60 റൺസ് എടുത്ത് ജയിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഫൈനലാണ്. അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന എന്താണ്? മാച്ച് വിന്നർ എന്നുള്ള ഒരു പദവി ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത് നിർണായകമായിട്ട് തന്നെ. ഒരു പക്ഷേ സഞ്ജു അവസാന നിമിഷം വരെയെങ്കിലും നിന്നിരുന്നെങ്കിൽ, അങ്ങനെ എത്രയോ മത്സരങ്ങൾ എടുത്ത് പറയാനുണ്ട്. ശ്രീലങ്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയൊക്കെയുള്ള മത്സരങ്ങൾ നിരവധി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഞ്ജു വരുന്നു, കളിക്കുന്നു, വിക്കറ്റ് കളഞ്ഞിട്ട് പോകുന്നു, നിർണായകമായ ഒരു ഇന്നിങ്സ് കളിക്കുന്ന ഘട്ടത്തിൽ. അപ്പോൾ മാച്ച് വിന്നർ എന്നുള്ളൊരു പദവി അദ്ദേഹം കരിയറിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാക്കി വിരാട് കോഹ്ലിയെ അദ്ദേഹം ക്രീസിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ജയിക്കുമെന്നുള്ള വിശ്വാസം തോന്നിപ്പിക്കുന്നത്? അതേ രീതിയിൽ സഞ്ജുവിന് വളരാൻ കഴിഞ്ഞ ഇനമായിരുന്നു. അദ്ദേഹം ടീമിൽ സ്ഥാനമുറപ്പിക്കാതെ പോയതിൽ ഒരു ചെറിയ പിഴവ് എനിക്ക് തോന്നുന്നത് അതാണ്. എഗ്രി ചെയ്യാൻ പറ്റുമോ? ഒരു പരിധിവരെ എഗ്രി ചെയ്യാൻ പറ്റും. കാരണം അത്തരത്തിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് മാച്ചിൽ തന്നെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അന്ന് വളരെ യുവതാരമാണ് അദ്ദേഹം, കഴിഞ്ഞിരുന്നെങ്കിൽ അതിന് ജാതകം തന്നെ മാറിയേനെ എന്നുള്ള കാര്യത്തിൽ അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 20 വയസ്സ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ മാറിയേനെ. ഏഷ്യ കപ്പ് കൃത്യമാണ്. മാത്രമല്ല നമ്മൾ റിസൾട്ടിനേക്കാൾ ഉപരി ഓപ്പണന്റിനെ കൂടി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഏഷ്യ കപ്പിൽ അവിടെ ശ്രീലങ്കയോ അല്ലെങ്കിൽ വേറെ ഏത് ടീമാണെങ്കിലും അത്ര കണ്ട് ആഘോഷിക്കപ്പെടണമെന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ആയതുകൊണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. തിലക് വർമ്മ പാകിസ്ഥാനെതിരെ ജയിച്ചു എന്നൊരു സാധനം വരുന്നു. അത്തരം ഒരു ഇമ്പാക്ട് വലിയ രീതിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്തിലെല്ലാം വലിയ രീതിയിൽ അത് ആഘോഷിക്കും. പാകിസ്ഥാനെ തോൽപ്പിച്ച നായകൻ. അതെ, ആ ആഘോഷിക്കപ്പെടാനുള്ള വകുപ്പ് സഞ്ജുവിനുണ്ടായിരുന്നു. പക്ഷെ അത് സഞ്ജു ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇവരെക്കാളൊക്കെ അതിഗംഭീരമായ രീതിയിൽ വേൾഡ് കപ്പ് സഞ്ജു ജയിപ്പിച്ചു. ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്തു. 2 പ്ലെയർ ഓഫ് ദ മാച്ച് തുടർച്ചയായിട്ട്, ഒരു പ്ലെയർ ഓഫ് ദ സീരീസ് വേൾഡ് കപ്പിന്റെ എടുത്തു കൊടുത്തു. എന്നിട്ട് പിന്നെ സഞ്ജുവിന് എന്താ പറ്റിയത്? അദ്ദേഹം പറഞ്ഞത് ഭാഗികമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ എന്ന്. തീർച്ചയായിട്ടും. ഇതിൽ BCCIനോട് ഇപ്പോൾ നമുക്കൊരു ചോദിക്കാവുന്ന ഒരു കാര്യം കൂടി ഇതാണ്. 66 T20കളാണ് അദ്ദേഹം കളിക്കുന്നത്. അതിൽ 58 ഇന്നിങ്സിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 1432 റൺസ് അദ്ദേഹത്തിനുണ്ട്. 111 അദ്ദേഹത്തിന്റെ ഹൈ സ്കോർ. ഇനിയാണ് ഏറ്റവും പോയിന്റ്. 3 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 6 50കളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഈ 3 സെഞ്ചുറികളിൽ കഴിഞ്ഞ ലോകകപ്പിൽ ആ പ്രകടനമൊക്കെ സെഞ്ചുറികൾ ആയിരുന്നെങ്കിൽ, അപ്പൊ ഇത്തരത്തിൽ വലിയൊരു ഗ്രാഫുള്ള ഒരു താരത്തെയാണ് അവിടെ ഇരുത്തുന്നത് എന്നുള്ളതാണ്. T20 മത്സരങ്ങൾ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ടീം അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് കളിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കരിയർ കൂടി നോക്കണ്ടേ, അതും കൂടി നോക്കണ്ടേ. ഇനിയിപ്പോ ഏഷ്യൻ ഗെയിംസിലാണ് വലിയ പ്രതീക്ഷ കളിപ്പിക്കോ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതും ഇക്കാര്യം തന്നെയാണ്. അതായത് 2026 ലോകകപ്പിൽ ഞാൻ ഉണ്ടാകും എന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം അതിന് മുമ്പത്തെ പ്രകടനം എന്നെ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഞാൻ ഉണ്ടാകും എന്നൊക്കെ എങ്ങനെ പറയാനാണ് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് അദ്ദേഹം ചോദിച്ചത്. സംശയങ്ങൾ ബാക്കിയാണ്, നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇത് എന്ത് തന്നെ വന്നാലും സഞ്ജു ഒരു ഓപ്പൺ അപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ഗദ്ദികെട്ടോ സഹികെട്ടോ അദ്ദേഹം തുറന്നടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാവി എന്തെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലും ഉറപ്പാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരളവോളം അത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആഗ്രഹിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അവഗണനകൾക്ക് അദ്ദേഹം ശക്തമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് സഞ്ജുവിന്റെ ഭാവി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അദ്ദേഹം ഇനി ഇന്ത്യക്കായി കളിക്കുമോ? കളിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. മികച്ച ഒരു പ്രകടനം, അദ്ദേഹത്തിന്റെ ടീമിലെ സ്ഥിര സാന്നിധ്യം, അദ്ദേഹത്തിന് ഇനിയും ഏതാനും വർഷങ്ങൾ കൂടി കളി ബാക്കിയുണ്ട്. 31 വയസ്സും 252 ദിവസവുമാണ് ഈ പരിപാടി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സഞ്ജുവിന്റെ പ്രായം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇനിയും 4 വർഷം കുറഞ്ഞ പക്ഷം കളിക്കാൻ കഴിയും ഇന്ത്യൻ ടീമിന് വേണ്ടി. ആ മികവിനെ ഇന്ത്യൻ ടീം മേലാളന്മാർ അംഗീകരിക്കട്ടെ, മനസ്സിലാക്കട്ടെ, ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തെ അവസരമൊരുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി നാളെ കാണാം.